രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ മുഖ്യ ഉത്തരവാദിത്വം ഉപദേശങ്ങൾ നൽകി ചടഞ്ഞിരിക്കലല്ല. നോക്കൂ, മധ്യേഷ്യയിൽ ഇറാനുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷങ്ങൾ ഫെബ്രുവരി 28 മുതൽ ശക്തമായിക്കൊണ്ടിരിക്കുമ്പോൾ മാസങ്ങൾ പലത് പിന്നിട്ടിട്ടും നമ്മുടെ രാജ്യത്ത് ആവശ്യമായ ക്രൂഡ് ഓയിൽ വിഭവങ്ങളുടെ ക്ഷാമം ശക്തമായിക്കൊണ്ടിരിക്കുമ്പോൾ ചില ഉപദേശങ്ങൾ നൽകി ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുവാനാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ ശ്രമിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ആവശ്യമായ ക്രൂഡ് ഓയിൽ മുഖ്യ പങ്കും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഇറക്കുമതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയാണ് സ്ട്രാറ്റജിക് പെട്രോൾ റിസർവ് എന്ന സംവിധാനം ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ഉണ്ടാക്കണമെന്ന് ഇന്റർനാഷണൽ എനർജി ഏജൻസി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഓരോ രാജ്യത്തോടും അഭ്യർത്ഥിച്ചത്. അതിൻ്റെ തണലിലാണ് ചൈനയും അമേരിക്കയും ജപ്പാനും തുടങ്ങിയ രാജ്യങ്ങൾ അവർക്ക് ആവശ്യമായ ക്രൂഡ് ഓയിൽ സംഭരിച്ചു വെക്കാൻ ഏകദേശം 6 മാസം വരെ സംഭരിച്ചു വെക്കാനുള്ള പശ്ചാത്തലം അവർ ഒരുക്കിയിരുന്നത്. നോക്കൂ, നമ്മുടെ രാജ്യത്ത് ഇത്തരം ക്രൂഡ് ഓയിലുകൾ സംഭരിച്ചു വെക്കാൻ ഏതാണ്ട് 53 ലക്ഷം ബാരൽ സൗകര്യങ്ങൾ ഒരുക്കിയത് 2014 മുമ്പ് രാജ്യം ഭരിച്ചിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരുകളായിരുന്നു. നിലവിൽ ഇത്തരം സംഭരണ കേന്ദ്രങ്ങളിൽ ഏതാണ്ട് 35 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ മാത്രമാണ് സംഭരിച്ചിരിക്കുന്നത്. 60% മാത്രം ക്രൂഡ് ഓയിൽ ഉണ്ടെന്നിരിക്കെ രാജ്യത്ത് ക്രൂഡ് ഓയിൽ പ്രതിസന്ധികൾ പരിഹരിക്കാൻ 10 ദിവസത്തിന് താഴെ വിഭവങ്ങളെ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ളൂ. ഈ പ്രശ്നമാണ് ഉപദേശത്തിലൂടെ പരിഹരിക്കാമെന്ന് നരേന്ദ്രമോദി ആവർത്തിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു ഭരണാധിപൻ അവരുടെ ഉത്തരവാദിത്വം ജനങ്ങളുടെ നിത്യജീവിതത്തിൽ ആവശ്യമായ വിഭവങ്ങൾ വില കുറച്ച് മാർക്കറ്റിന് വിട്ടുകൊടുക്കാതെ എത്തിക്കുക എന്ന അടിസ്ഥാനപരമായ ഉത്തരവാദിത്തത്തെ മറന്നുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് വളം മാത്രം മതി ഇനി കൃഷിക്ക്, നിങ്ങൾ സ്വകാര്യ വാഹനങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങൾ പൊതുവാഹനങ്ങളിൽ യാത്ര ചെയ്യണം, വിദേശയാത്ര ഒഴിവാക്കണം തുടങ്ങിയ ഉപദേശങ്ങൾ നൽകുമ്പോൾ കഴിഞ്ഞ 12 വർഷവും ദേശീയ സർക്കാർ തൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിരന്തരമായി ഒളിച്ചോടുകയായിരുന്നു എന്ന് ഈ ഉപദേശിയിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെയാണ് ഒരു രാജ്യത്തിൻ്റെ സ്വയം പര്യാപ്തത നേടിയെടുക്കുവാൻ സർക്കാർ കാണിക്കേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് കഴിഞ്ഞ 12 വർഷവും ഒളിച്ചോടിയ നരേന്ദ്രമോദി സർക്കാരിൻ്റെ തനിനിറം നമ്മൾക്ക് ബോധ്യപ്പെടുന്നത്.